നമസ്കാരം, ഞാൻ വാഹിദ ആലുവ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ആലുവയിൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. അതിന് പല നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ കാരണം കൊണ്ടാണ് ഇപ്പോൾ മറ്റേ ബലാത്സംഗങ്ങളും വീടുകളിൽ കയറിയുള്ള പീഡനങ്ങൾക്കൊക്കെ കുറവ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു സംഗതിയുണ്ട്. വളരെ പ്രയാസമായിട്ട് തന്നെയാണ് തോന്നിയത്. എന്നാൽ അത് ഞാൻ വീഡിയോ എടുത്തുവെങ്കിലും അത് പ്രചരിപ്പിക്കുവാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ആൺകുട്ടി, അവന് കയ്യോടുകൂടി പിടിക്കുകയാണ്. അത് പിടിച്ചത് ഏതവസ്ഥയിലാണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ അടുത്ത് അവൻ പോയിട്ട് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ചെല്ലുകയാണ്. ആ സമയത്ത് ഓടിച്ചിട്ട് അവനെ പിടിച്ചിട്ട് ഞങ്ങൾ മാറ്റി നിർത്തി. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലീസിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കുകയോ ചെയ്യില്ല, പക്ഷെ സത്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്ര വയസ്സാണെന്നും, 17 വയസ്സ്, പ്ലസ് 1 പഠിക്കുന്നു, എത്ര വയസ്സാണെന്നും, അവൻ്റെ വീട്ടിൽ ആരുണ്ടെന്നും, ആരുടെ മകനാണെന്നും. എന്നാൽ ആ പറഞ്ഞ വ്യക്തി അറിയപ്പെടുന്ന ഒരാളുടെ കുട്ടി കൂടിയാണ്. അവൻ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെന്നായിരിക്കും ഈ പറഞ്ഞ അവൻ്റെ മാതാപിതാക്കൾ കരുതിയിരിക്കുന്നത്. എന്നാൽ അവൻ വന്നിരിക്കുന്ന അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ രാത്രി കാലങ്ങളിൽ അവൻ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാരവരെ അറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ട്രാൻസ്ജെൻഡറിൻ്റെ അടുത്ത് അവൻ പോകുമ്പോൾ അവർക്കുള്ള ഒരുപാട് അനാശാസ്യങ്ങളും ഒരുപാട് നടക്കുന്ന ഈ ആലുവയിൽ തമിഴന്മാരും തമിഴത്തികളും ബായിമാരും, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളും ഇതിന് വേണ്ടി മാത്രം നടക്കുന്ന സെക്സ് വർക്കേഴ്സും നടക്കുന്നതിനിടയിലേക്ക് ഈ കുട്ടി ട്രാൻസ്ജെൻഡറിനെ അന്വേഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ കുട്ടിക്ക് കിട്ടുന്നത് കൊണ്ട് ആണല്ലോ അത് ആലുവയിലേക്ക് വരുന്നത്. ആ കുട്ടിയുടെ വീടാണെങ്കിൽ ആലുവ അടുത്തുള്ള പ്രദേശവും കൂടിയല്ല. ആ കുട്ടി അവിടെ വരികയും ഈ പറഞ്ഞ ട്രാൻസിൻ്റെ അടുത്ത് പോവുകയും അവിടെ വെച്ച് ട്രാൻസ് ഓടിക്കളയുകയും ഞങ്ങൾ അവനെ പിടിക്കുകയും ചെയ്തു. ഞാൻ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ആലുവയിൽ വെച്ചത് പിടിക്കുന്നത്. അന്ന് ആ കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി കരഞ്ഞ് കാല് പിടിച്ചു. അവൻ പലതവണ അവിടെ വരാറുണ്ട്. അവനറിയാം എവിടെ ചെന്നാൽ എന്ത് കിട്ടും എന്ന് അവനറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവനവിടെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലുവയിൽ എന്ത് നടക്കും, ആലുവയിൽ ആര് ഏത് ദേശത്ത് നിന്നുള്ള ആളുകൾ വന്നാലും എന്ത് നടക്കുമെന്നുള്ള ഒരു ധാരണ ഈ 17 വയസ്സായ കുട്ടി അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടി മിക്ക ദിവസങ്ങളിൽ അവിടെ വരുന്നുണ്ടെങ്കിൽ അവൻ അവിടെ വരുന്ന കാര്യം അവന് സാധിക്കുന്നുണ്ടെന്നും അവൻ്റെ വീട്ടുകാരത് അറിയുന്നില്ലെന്നും വ്യക്തമായിട്ട് നമ്മുടെ മക്കളെല്ലാവരും, അവരുടെ മാതാപിതാക്കൾ അവരുടെ മക്കളെ വളർത്തുന്നത് വളരെ പ്രതീക്ഷയിലായിരിക്കും. അവർ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ചിലപ്പോൾ കടം കയറിയിട്ടാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന മാതാപിതാക്കൾ അവർ പോകുന്ന വഴിയോ അല്ലെങ്കിൽ അവർ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെത്തുന്നുണ്ടോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നുണ്ട് കോളേജിലെത്തുന്നുണ്ടോ, എത്ര മണിക്ക് വീട്ടിലെത്തുന്നുണ്ട് എന്ന് നിരന്തരമായിട്ട് അവരെ വാച്ച് ചെയ്യേണ്ടതും. അതുപോലെ ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അമ്മയെന്നോ പെങ്ങളെന്നോ ഇല്ലാതെ അവർക്ക് ആരെ കിട്ടിയാൽ, ഒരു സ്ത്രീയെ കിട്ടിയാൽ അത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർ വളർന്നു വരുന്നത്. അതിനുള്ളൊരു അവസരം അവർ തന്നെ കണ്ടെത്തുകയാണ്. ഇത്തരം സെക്സ് റാക്കറ്റുകളുടെ അടുത്ത്, സെക്സ് മാഫിയക്ക് ഇറങ്ങുന്ന ആളുകളുടെ അടുത്ത്, സ്ത്രീകളുടെ അടുത്ത്, തമിഴത്തി ആയാലും കുഴപ്പമില്ല, ട്രാൻസ്ജെൻഡർ ആയാലും കുഴപ്പമില്ല, ഇറങ്ങിയാൽ കിട്ടും എന്ന് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 17 വയസ്സ് 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളെ പേടിച്ചു അവരുടെ വടി കൊണ്ട് നമുക്ക് അടി കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രാത്രി
പുറത്തുള്ള ബാത്റൂമിലേക്ക് പോകാൻ വരെ പേടിയായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടമാണ് നമ്മുടെയൊക്കെ ആ ചെറുപ്പപ്രായം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ രാത്രിയായാലും 12 മണിയായാലും 2 മണിയായാലും അവർ പുറത്തിറങ്ങുന്നതിനും അവർ കാണേണ്ട ആളുകളെ കാണാൻ പോകുന്നതിനും ഒരു മടിയുമില്ല. അപ്പോൾ നമ്മളുടേതായ മക്കളെ നമ്മൾ സംരക്ഷിക്കുന്നതിനെങ്കിൽ ഈ ആലുവ ഭാഗത്തും അതേപോലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണെങ്കിലും നോർത്ത് റെയിൽവേ സ്റ്റേഷനാണെങ്കിലും പല ഭാഗങ്ങളിലും പെരുമ്പാവൂർ മുതലായ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ തുടച്ചു നീക്കി ആ ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മുടെ മക്കളെ നമ്മൾക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇറങ്ങിയ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. രാത്രി 2 മണി സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സ് നിരന്ന് നിൽക്കുന്നു. അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ വണ്ടിയായിട്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങളവരെ ഓടിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിൽ കുറച്ച് ആളുകൾ വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല. ആലുവയിലുള്ള മർച്ചൻ്റ് അസോസിയേഷൻകാരും അവിടെയുള്ള കടക്കാരും നാട്ടുകാരും ഓട്ടോറിക്ഷക്കാരും വിചാരിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ നാടിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും അരാജകത്വത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന എൻ്റെ ഈ ചാനൽ, യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യുക, കൂടെ കൂട്ടുക.